നമുക്ക് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലേക്ക് പോയാൽ അതൊരു അപകടക്കെണിയായി മാറുകയാണെന്ന് തോന്നും. ഒരാഴ്ചക്കിടെ 10ഓളം ജീവനുകളാണ് കേട്ടോ ഇവിടെ പൊലിഞ്ഞത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിൽ അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയപാതയിലെ അപകട മേഖലകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതും ഈ അപകടങ്ങൾ കൂടുന്നതിന് കാരണമാവുകയാണ്. ദേശീയപാത അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും റോഡിലെ അപാകത പരിഹരിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. നമ്മളുടെ ഈ റോഡിലെ പുതിയതായിട്ട് റിപ്പയർ കഴിഞ്ഞതിന് ശേഷം ഇരുചക്ര വാഹനക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. പലരും ഇവിടെ വീഴണ അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടും മഴ വരുന്ന സമയത്ത് വഴുക്കൽ പോലെ ഒരു അനുഭവമാണ് വാഹനം ഓടിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. 1-2 അപകടത്തിൽ 2-3 പേർ മരിക്കാനും ഇടയായിട്ടുള്ള സ്ഥലമാണിത്. ഒരു സൈഡിൽ ഡിച്ചില്ലാത്തതാണ് മെയിൻ പ്രശ്നം. ഡിച്ചെങ്കിലും ഉണ്ടെങ്കിൽ കുറേയെങ്കിലും ഇതായിരുന്നു. അപ്പോൾ ഈ വരുന്ന വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് ഇങ്ങോട്ട് പോകുന്ന കാപ്പാട് ഹരിജൻ കോളനി റോഡിലേക്ക് പോകുന്ന ആ റോഡും നാശമാവുകയാണ്. ഈ റോഡ് കാരണം രണ്ടാമത്തെ റോഡ് കൂടി നാശമായി പോകും. പിന്നെ ഇവിടെ എലിവേഷൻ കൂടുതലാണ്, റോഡിൻ്റെ എലിവേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഈ കാഞ്ഞിക്കുളം കാപ്പാട് ഹരിജൻ കോളനി വരുന്ന റോഡുകൾ കയറി വരുമ്പോഴേക്കും ഇവിടെ ഇറക്കമാണ്, ഈ NH ഇറക്കമാണ്. ഇവിടെ വണ്ടികൾ വളരെ സ്പീഡിലാണ് വരുന്നത്. ഞാൻ ഒരുപാട് തവണ NH ഓഫീസിൽ പോയിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ അപകടം കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വനാഥൻ, അവൻ്റെ ഒരു മരണം ഞങ്ങൾക്ക് സഹിക്കവേ, കാരണം ഞങ്ങൾ അത്രയും വർഷങ്ങളായിട്ട് ആദ്യത്തെ ഓട്ടോ വിശ്വനാഥൻ്റെ ഓട്ടോ ആണ്. അപ്പോൾ അവനൊരു രാവിലെ ഞാൻ പോകുമ്പോൾ കണ്ടു, ഉച്ചയ്ക്ക് ഞാൻ അറിയുന്നത് മരിച്ചു എന്നുള്ളതാണ്. ഈ റോഡ് ഒന്നും കൂടി താഴ്ത്തണം, ഡ്രൈനേജ് വേണം. അപ്പോൾ ഇത് ചെരുവുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഓട്ടോക്കാർക്കാണുള്ളത് ഓടിക്കുന്നവർക്ക് അറിയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഒരു ചെരുവുണ്ട്, വണ്ടി ശരിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് മരണം, ഇപ്പം 5 മരണം നടന്നിട്ടുണ്ട് ഇവിടെ. ടേണിങ്ങിൽ സൂചന തരുന്ന ബോർഡ് അതില്ല. അതിൻ്റെ ഒരു പ്രശ്നം നല്ലതുണ്ട്. പിന്നെ അപകടമായിട്ട് നിൽക്കുന്ന മരങ്ങൾ 2 മരങ്ങളുണ്ട്, അത് മുറിച്ചിട്ടില്ല. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. 1 അശാസ്ത്രീയമായ നിർമ്മാണം, 2 നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ജീവനുകൾ പൊലിഞ്ഞിട്ടും ഒരു സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കുന്നില്ല, നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. അതൊക്കെ തന്നെയും പലതവണ പരാതി നൽകിയിട്ടും പരിഹരിക്കപ്പെടുന്നില്ല. ഇനി എത്ര ജീവനുകൾ പൊലിയണം അധികൃതർക്ക് കണ്ണു തുറക്കാൻ എന്നതാണ് ചോദ്യമായി വരുന്നത്. ഇക്ബാൽ അറക്കൽ, ഇതാ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പല ഭാഗത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടക്കെണിയാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും നാട്ടുകാർ ഒരു പരാതിയായി പറയുന്നത് ഈ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം കൊണ്ട് തന്നെ റോഡിന്റെ പ്രതലത്തിന് വലിയ രീതിയിലുള്ള ഒരു മിനുസം ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനങ്ങൾ മറിയുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. നിരവധി മരണങ്ങൾ ഇതിനോടകം തന്നെ സംഭവിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി പല ആളുകളും പറയുന്നത് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഭൂരിഭാഗം മേഖലകളിലും ഡ്രെയിനേജ് സംവിധാനം നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റോഡ് ചെരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. റോഡിന് ചെരിവുള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും വലിയ രീതിയിൽ അപകടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കല്ലടിക്കോടിന് സമീപം കാനിക്കുളത്തുള്ള നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളുമാണ്. അവർ പറയുന്ന ആ പ്രദേശത്ത് വലിയ രീതിയിൽ റോഡ് ചെരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു. നിരവധി ജീവനുകൾ അവിടെ പൊലിയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇനി അപകടങ്ങൾ സ്ഥിരമായി നടക്കുന്ന മേഖലയാണെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ അറിഞ്ഞാലും അവർ ആ മേഖലയിലൊന്നും ഒരു അപകട സൂചനയുള്ള ഒരു ബോർഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ മണ്ണാർക്കാട് മേഖലയിലെല്ലാം അപകടങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഈ ചിറക്കൽപ്പടി മുതൽ മണ്ണാർക്കാട് മേഖലയിലെല്ലാം അവിടെ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഒരു ഡിവൈഡർ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനോ ഒന്നും ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല. നിരവധി പരാതികൾ നൽകുന്നു ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർക്ക്, മുഖ്യമന്ത്രിമാർക്കെല്ലാം പരാതി നൽകി. പക്ഷേ ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അപകടങ്ങൾ തുടർച്ചയാകുമ്പോഴും അധികൃതർ സ്വീകരിക്കുന്ന ഈ ഒരു മൗനം അല്ലെങ്കിൽ കണ്ണടച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും നിരവധി മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ വലിയ രീതിയിൽ ആശങ്കയോടുകൂടി പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് നാട്ടുകാർ ഒരു ആവശ്യമായി അവർ മുന്നോട്ട് വെക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകി.